ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭവനേ ശരണം. ഭൂലോക വൈകുണ്ഠനാഥനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഗുരുഭവനപുരിയാണ്, ബാദാലേശനാണ്, പ്രത്യക്ഷ ദൈവമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ്റെ എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ഗുരുവായൂർ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ. ഗുരുവായൂർ ഏകാദശി ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്ന് ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിനമാണ്. മാത്രമല്ല, ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയ ശേഷം കാമധേനു പാൽ ചുരത്തി ശ്രീകൃഷ്ണ ഭഗവാൻ അഭിഷേകം ചെയ്തതും ഇന്ദ്രൻ ഐരാവതത്തിലൂടെ ഗംഗാജലത്താൽ ശ്രീകൃഷ്ണ ഭഗവാനെ അഭിഷേകം ചെയ്തതും ഇതേ ദിനമാണെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഏകാദശി നാളിൽ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ആകാശമാർഗ്ഗെ സഞ്ചരിക്കുമ്പോൾ ഗുരുവായൂർ ഇറങ്ങാത്തതിനാൽ ഭഗവാൻ അദ്ദേഹത്തെ അവിടെ ഇറക്കി പിടിച്ച് താഴെയിട്ടു എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ ശങ്കരാചാര്യരെ ഗുരുവായൂരിലേക്ക് ഇറക്കിയ സ്ഥലം ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള ആ വടക്ക് പടിഞ്ഞാറേ മൂല, ആ മൂലയിൽ അതിൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോഴും ആ ഒരു ദ്വാരം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഭഗവാന്റെ ശീവേലി വരുമ്പോൾ അവിടെ നിർത്തി താളമേളങ്ങൾ കുറച്ചു നേരം നിർത്തി ആ ശങ്കരാചാര്യ സ്വാമികളെ അനുസ്മരിക്കുന്നുമുണ്ട്. മാത്രമല്ല, ശങ്കരാചാര്യ സ്വാമികൾ ഒരു മണ്ഡലകാലം ഗുരുവായൂർ താമസിച്ചാണ് അവിടുത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തി. മാത്രമല്ല, ഏകാദശി നാളിൽ ഉദയാസ്തമന പൂജ എന്നുള്ളൊരു ചിട്ട കൊണ്ടുവന്നതും സാക്ഷാൽ ശങ്കരാചാര്യരാണ്. അത് കഴിഞ്ഞ് എത്രയോ കാലങ്ങളായിട്ട് ചിറളകം കോവിലകമാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ സാമൂതിരിപ്പാടിൽ നിന്നും ക്ഷേത്രം ദേവസ്വം ഏറ്റെടുത്തപ്പോഴാണ് ദേവസ്വം ഗുരുവായൂർ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ ഏറ്റെടുത്തത്. ഇത്രയും കാലം ഒരു മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചില കുൽസിത ബുദ്ധികൾ ഗുരുവായൂർ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മുടക്കാനും അതുമൂലം ഭഗവാന്റെ ചൈതന്യത്തെയും ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തെയും നശിപ്പിക്കാനും ശ്രമിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷേ ആ ദേവസ്വം ബോർഡിനോടൊപ്പം ചേർന്ന് നിന്ന് ഭഗവാന്റെ സേവകനായ, ഭഗവാനെ മാത്രം സേവിക്കേണ്ട തന്ത്രി അതിന് കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പ ഭക്തന്മാർക്കെല്ലാം മനോവിഷമം ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ കോടതിയിലാണ് ആ കേസ് പരിഗണനയിലിരിക്കുന്നത്. തന്ത്രി കൊടുത്ത അഫിഡവിറ്റ് കാണാനിടയായി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യർ ഗുരുവായൂരിൽ വന്നതുപോലും തെളിവില്ല, അതിനുപോലും അത് വെറുമൊരു കെട്ടുകഥയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല പോലും. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ ശങ്കരാചാര്യരെ സ്മരിക്കാൻ വേണ്ടി ഇപ്പോഴും ആ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ദ്വാരവും അവിടെ ഭഗവാന്റെ ശിവേലി നിർത്തുന്നതും. അതുപോട്ടെ, അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഉച്ചപൂജയ്ക്ക് അലങ്കാരങ്ങൾ മത്സരിച്ച് മേൽശാന്തിമാരും ഓദിക്കന്മാരും ചെയ്യുന്നത് അവർക്ക് പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയാണെന്ന്. കോവിഡ് കാലത്ത് ഒരു ഓദിക്കൻ അവിടുത്തെ ഉച്ചപൂജ വർണ്ണനയും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേരെ അറിയിച്ചു. പലർക്കും ഗുരുവായൂർ എത്താൻ കഴിയാത്ത ആൾക്കാർക്ക് പോലും, ഗുരുവായൂർ സ്ഥിരം വരുന്നവർക്ക് പോലും അത് സ്വന്തം ഗൃഹത്തിലിരുന്ന് കാണാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനും സാധിച്ചു. അത് വളരെയധികം പ്രസിദ്ധമായി. അപ്പോൾ അതിനുശേഷം തന്ത്രി പറയുന്നത് ഈ ഓദിക്കന്മാരും മേൽശാന്തിമാരും അവരുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയാണ് ഭഗവാനെ ഒരുക്കുന്നതെന്ന്. അതുകൊണ്ട് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിന് താമസം വരുന്നുവെന്ന്. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കോളൂ. ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ ഭഗവാന്റെ ഉഷപൂജയ്ക്കുള്ള അലങ്കാരം ഒഴിച്ചാൽ പന്തിരടി പൂജ കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് മുമ്പുള്ള അലങ്കാരം അത് ആരും തീരുമാനിക്കുന്നതല്ല, ഭഗവാൻ മാത്രം തീരുമാനിക്കുന്നതാണ്. പല മേൽശാന്തിമാരോടും പലപ്പോഴും സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞു, നമ്മൾ മനസ്സിലൊരു രൂപം സങ്കല്പിച്ച് ശ്രീകോവിലിൽ കയറിയാൽ അതൊരിക്കലും ചാർത്താൻ കഴിയില്ല. ഭഗവാൻ അപ്പോൾ ഒരു രൂപം മനസ്സിൽ തോന്നിപ്പിക്കും, ആ രൂപമാണ് ചാർത്തേണ്ടത്. അല്ലാതെ ഈ കീഴ്ശാന്തിമാർക്കോ ഓദിക്കന്മാർക്കോ അവരുടെ കരവിരുത് കാണിക്കാനുള്ള ഒരു ചൈതന്യമല്ല അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായ കാര്യമാണ്. മാത്രമല്ല, അതിന് ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. ഗുരുവായൂർ മേൽശാന്തിയായിരുന്ന, ഇന്നിപ്പോൾ പാവക്കുളം ക്ഷേത്രത്തിലെ മേൽശാന്തി, ശബരിമലയിലെ മേൽശാന്തിയായിരുന്ന ശ്രീ എഴിക്കോട് കൃഷ്ണദാസ് നമ്പൂരി, അദ്ദേഹമായിട്ട് എനിക്ക് സംസാരിക്കാനിട വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മേൽശാന്തിയായിരുന്ന കാലത്ത് ഒരു പെൺകുട്ടി, ഗുരുവായൂരപ്പൻ്റെ അതീവ ഭക്തിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് തലേദിവസം രാത്രി ഭഗവാൻ സ്വപ്ന ദർശനം നൽകും. എന്താണ് നാളെ എൻ്റെ രൂപമെന്ന്.
പക്ഷേ അത് ആർക്കും അറിയില്ല. ഈ പെൺകുട്ടി തൊഴാൻ വരുമ്പോൾ ഒരു കടലാസിൽ എഴുതിയിട്ട് മേൽശാന്തിയുടെ മുറിയിൽ കൊണ്ട് മാറ്റിവെക്കും. മേൽശാന്തി കാണാത്ത. മേൽശാന്തി ഉച്ചപൂജയ്ക്ക് പോയി ചാർത്തെല്ലാം കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മുറി വന്ന് നോക്കുമ്പോഴാണ് ഈ കടലാസ് കാണുന്നത്. അതിൽ അന്നത്തെ ചാർത്ത് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കും. അപ്പം ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഭഗവാൻ തീരുമാനിക്കുന്നത് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അല്ലാതെ കീഴ്ശാന്തിമാർക്കും ഓദിക്കന്മാർക്കും അവരുടെ കഴിവ് കാണിക്കാനുള്ള ഒരു പ്രതിഷ്ഠയല്ല അവിടെ ഉള്ളത്. ഭൂലോക വൈകുണ്ഠനാഥനാണ്. അതെന്തുകൊണ്ട് ഈ തന്ത്രിക്ക് അറിയാതെ പോയി? മാത്രമല്ല അവിടെ മുറഹോമവും മുറജോവും നടക്കുന്നുണ്ട്. ഓദിക്കന്മാർക്ക് വേദമറിയില്ലെന്നാണ് തന്ത്രി കൊടുത്തിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. അവർ തൃശ്ശൂരിലെ ബ്രഹ്മസ്വ മഠത്തിൽ നിന്ന് വൈദികരെ കൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് മുറഹോമവും മുറജപവും നടത്തുന്നത് അത്രേ. ശ്രീകോവിലിനുള്ളിൽ തന്ത്രിക്കും മേൽശാന്തിക്കും ഓദിക്കന്മാർക്കും അല്ലാതെ മറ്റാർക്കും ഭഗവാന്റെ വിഗ്രഹത്തിൽ സ്പർശിക്കാൻ കഴിയില്ല. അപ്പൊ അതിനൊരു തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് തന്ത്രി ഇത് മാറ്റിയത് പോലും. ആലോചിച്ച് നോക്കൂ, മുറജപം നടക്കുന്നതും മുറഹോമം നടക്കുന്നതും ശ്രീകോവിലിനുള്ളിലല്ല, ഹോമപുരയിലാണ്. അപ്പോൾ അത് നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ മുറജപവും മുറഹോമവും നടക്കുന്നത് ആ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനും ക്ഷേത്രത്തിന്റെ ഐശ്വര്യം കൂട്ടാനുമാണ്. അതിനെ നിർത്തലാക്കിയെന്നാണ് തന്ത്രി അവകാശപ്പെടുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഭഗവാന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാർത്ത് മതിയെന്നാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സിമ്പിൾസിറ്റിയാണ് അതിൽ കാണുന്നത്. നമ്മളെല്ലാം ഗുരുവായൂർ തന്ത്രിയെ കണ്ടിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത്രയും ലാളിത്യമാർന്ന വേഷവിധാനങ്ങളാണ് അദ്ദേഹം അണിയുന്നത്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ലാളിത്യമാണ് അവിടെ വേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതിന് മുന്നോട്ടൊന്നും പോകേണ്ട കാര്യങ്ങളില്ല, ഒരുപാട് പിന്നോട്ടും പോകേണ്ട കാര്യങ്ങളില്ല. കാര്യം ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ്, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പൂന്താനം, മേൽപ്പത്തൂര്, കുറൂരമ്മ, അതുപോലെ തന്നെ എഴുത്തച്ഛൻ. എന്തിന് ആധുനിക കാലഘട്ടത്തിൽ ചെമ്പൈ വൈദ്യനാഥ അയ്യർ പോലും അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച ആളാണ്. അതിനുശേഷവും എന്തെല്ലാം ഉദാഹരണങ്ങൾ നമുക്ക് ഗുരുവായൂർ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ, ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രാധാന്യമുള്ള ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അതിന് തീർച്ചയായിട്ടും അവർക്കുള്ള ശിക്ഷ ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഭഗവാന്റെ ഏതോ പുതിയ ലീലയുടെ തുടക്കമാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്തു പറ്റി? നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ അവസ്ഥ. ദേവസ്വം ബോർഡ് പറയുന്ന അവർക്ക് ഒരു സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം അവരുടെ വെറും അടിമപ്പണി ചെയ്യുന്നവരാണ് ദേവസ്വം ബോർഡിലെ ബോർഡും സ്റ്റാഫും എല്ലാം. മാത്രമല്ല ഗുരുവായൂരിപ്പോൾ നിയമിച്ചിരിക്കുന്ന സ്റ്റാഫുകളെല്ലാം തന്നെ പലപ്പോഴും അവരുടെ കൂടെ ഉള്ളവരോ അവരുടെ അനുയായികളോ ആണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അവിടുത്തെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഭഗവാനെയും ഇങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയ ദോഷത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എൻ്റെ സംശയം ഇപ്പോൾ ഈ തന്ത്രിയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയോ എന്നുള്ളതാണ്. നാളെ ഇനി അദ്ദേഹവും കുടിവെച്ച കാറിൽ സഞ്ചരിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമാകാനുള്ള ഒരു തുടക്കമാണോ ഇതെന്ന് പോലും സംശയമുണ്ട്. എനിക്ക് അദ്ദേഹത്തോടാണ് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. അദ്ദേഹം വളരെ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. എല്ലാ തന്ത്ര കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തണം, ഭഗവാനോട് മാപ്പപേക്ഷിക്കണം. ഈ പറയുന്ന ഏകാദശി നാളിൽ, ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഡിസംബർ 11-ാം തീയതിയാണ്. പതിവ് പോലെ അന്ന് ഉദയാസ്തമന പൂജ അവിടെ നടക്കണം. ഭക്തർക്ക് ദർശന സൗഭാഗ്യം നൽകണം. അതിന് ഭഗവാനും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും അതിനൊന്നിച്ച് നിൽക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം അവർക്കുണ്ടാവും. അത് ഒരിക്കലും തെറ്റാത്ത കാര്യമാണ്. കാര്യം ഇന്നും ഭഗവാൻ അവിടെ പൂർണ്ണ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുകയാണ്. അത് നമുക്ക് അതിനോട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഏതായാലും ഏകാദശി നാളിൽ ഉദയാസ്തമന പൂജ നടക്കട്ടെ, ഭക്തർക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ, അവിടുന്ന് മാത്രം ശരണം.